3 ദിവസമായിട്ടുള്ള ഗോൾഡ് പൂശിയിട്ട് എന്നാ പറയുന്നത്. സാധാരണ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഫിഫ കൊടുക്കുന്നതേ 36.5 സെന്റിമീറ്റർ ഉയരമുള്ള ട്രോഫിയാണ്. എന്നാൽ വണ്ടൂര് ട്രോഫി ഉണ്ട്, അതിന്റെ ഹൈറ്റ് 10 അടി കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് കപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 36.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഉള്ളത് 10 അടിയാണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് കാണിച്ചു തരാം. ഒന്ന് ഇതിന്റെ മുകളിൽ കയറി കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമുക്ക് എത്തുന്നില്ല, അതിന്റെ ഹൈറ്റ് കണ്ടോ. ഇത് നമ്മുടെ വണ്ടൂര് ഫുട്ബോളിന്റെ വികാരമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള ചെറുപ്പക്കാർ, യൂത്തന്മാർ, ഇവർ വെച്ച സംഭവമാണിത്. ഇതിവിടെ കുറച്ചായി. ഇപ്പോൾ മിഞ്ഞാന്ന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഭയങ്കര വികാരമാണ്. ഫുട്ബോളിന്റെ ഈച്ചില്യം എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ട്രോഫി ഉണ്ടെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡ്യൂറ്റ് അടിക്കട്ടോ. വണ്ടൂർ ചെട്ടിയാറമ്പൽ അവിടെയാണ് ഈ സ്ഥാനം ഇരിക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ പോകുമ്പോൾ പെരിന്തൽമണ്ണ, അതുപോലെ പാണ്ടിക്കാട്, വണ്ടൂർ റോഡിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെട്ടിയാർമല അല്ലേ. ചെട്ടിയാർമല വന്നാൽ കാണാം. ഇതാ ഭയങ്കര തിളക്കമുള്ള ഒരു ട്രോഫിയാണ്. ഇതിന്റെ ഹൈറ്റ് 10 അടിയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ആരാണ്? എ പി ഷെരീഫ്. നമ്മുടെ വേൾഡ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ ശില്പിയായ സിൽവോ ഗാസനി ആണെങ്കിൽ ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എ പി ഷെരീഫാണ്. അപ്പോൾ വളരെ ആ മാതൃകയുടെ രൂപമാറ്റം ഒന്നും ചോരാതെ വളരെ മനോഹരമായിട്ടാണ് ഈ ട്രോഫി നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ചെറിയ സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഒരു കാർബോർഡൊന്നല്ല ഇത്. വാർത്തക്കാണ് അല്ലേ, സിമെന്റാണ്. സിമെന്റും കമ്പി ഉപയോഗിച്ചിട്ട് നല്ല കെട്ടുറപ്പ് കൊടുക്കാനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ആർക്കും അങ്ങനെ എടുത്തോണ്ടാൻ പറ്റൂല. 3 ദിവസമായിട്ടുള്ള ഗോൾഡ് പൂശിയിട്ട് എന്നാ പറയുന്നത്. വെറുതെ എല്ലാത്തിനും ഒരു തിളക്കം തന്നെ കേട്ടോ. ഓരോ 4 വർഷം കൂടുമ്പോഴും നിങ്ങൾ ഗോൾഡ് പൂശിന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറക്കി കൊണ്ടുപോകും. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പറയണ്ട. പൂശിയിട്ടുണ്ടോ? കണ്ടറിഞ്ഞൂടെ സംഭവം ഗോൾഡ് പൂശിട്ടുണ്ടെന്ന് പറയുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും പൂശും. അപ്പൊ ഫുട്ബോളിന്റെ വികാരം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ചെറുതല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രോഫി നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഭയങ്കര തിരക്കായി ഇത് കാണാൻ. റോഡ് വണ്ടി സൈഡാക്കിയേ ട്രോഫി ആണെങ്കിൽ. ഓക്കെ. ഇത് അപ്പുറത്ത് ക്രിസ്ത്യാനോ. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്, ക്രിസ്ത്യാനോ ഉണ്ട്. നിങ്ങളെ വണ്ടൂരത്തെ മെയിൻ പ്ലെയർ ആണോ ഇത്? വണ്ടൂരത്തെ ശരി, വണ്ടൂരത്തെ പഴയ പ്ലെയറാണ്. ശരി. ഫിഫയുടെ ഒഫീഷ്യൽ വേൾഡ് കപ്പ് ഇപ്പൊ അർജന്റീന മെസ്സിയുടെ കയ്യിലുണ്ട്. അപ്പൊ 2026 ഇത് ആരുടെ കയ്യിലെത്തുമെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ പറയണു അത് ബ്രസീൽ നെയ്മറിന്റെ കയ്യിലെത്തുന്നത്. ഇന്ന് നിങ്ങൾ ആരെ കയ്യിലെത്തുന്നത് നിങ്ങളൊന്ന് പറയട്ടോ. ഒരു തിളക്കം കൂടിക്കുള്ളതിന് എന്താണ് ലേശം പൂച്ചി. ഈ സ്വർണ്ണത്തിന് ഈ വില ഉണ്ടാകുമ്പോ നിങ്ങൾ കപ്പുമ്പോ പൂച്ചിയാ പിന്നെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ വണ്ടൂരുകാർക്ക് പൈസ പ്രശ്നമല്ല, ഫുട്ബോളിന്റെ വികാരമാണ് അല്ലെ. അത് മാത്രമല്ല കേട്ടോ, വണ്ടൂര് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ബോളിന്റെ ഒരു മാതൃക രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്.